Hi guys, good morning. Welcome to YOLO. Back with another content. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ 2 ടോപ്പിക്കൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് കേട്ടിരിക്കുന്ന ആൾക്കാർക്കറിയാം ഞാൻ അങ്ങനെ ഒരാളെയും കുറ്റപ്പെടുത്തി പറയലില്ല. ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ എന്താ വെച്ചാൽ പറയണം. ഇപ്പോൾ ഒരു വലിയൊരു യൂട്യൂബ് ഹോളിക് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ ആയിട്ട് ഇവരുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഐ തോട്ട് തനു എന്ന് പറയുന്ന ആളും ഹസ്ബൻഡിൻ്റെ വീഡിയോ. അപ്പോൾ ഇവരുടെ ഒരു ഫസ്റ്റ് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. തനു മകളും കൂടെ അച്ഛനെ കാണാൻ പോകുന്നു, അച്ഛൻ ഓൾറെഡി വേറൊരു കല്യാണം കഴിച്ച ആൾക്കാരുടെ കൂടെ നിൽക്കുന്നു. അതിൻ്റെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതിന് ശേഷമാണ് ഇവരുടെ ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയതും വീഡിയോസ് കാണുന്നതും കണ്ടൻസ് കാണുന്നതും. രണ്ടുപേരും ലൈവിൽ വരുന്നു, വൈഫ് ഹസ്ബൻഡിനെ കുറ്റം പറയുന്നു, ഹസ്ബൻഡ് വൈഫിനെ കുറ്റം പറയുന്നു, അങ്ങനെ ഇഷ്യൂസൊക്കെ വരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി വേറെ മാരേജൊക്കെ കഴിഞ്ഞ് ജീവിക്കുകയാണ്. ഇവരുടേതായ പ്രശ്നം, ലൈക്ക് ഗോൾഡിൻ്റെ പ്രശ്നം, ക്യാഷിൻ്റെ പ്രശ്നം, ഡിപ്പെൻഡ് ഓൺ ദെയർ ഫാമിലി മാറ്റേഴ്സ്. അവരുടെ ഫാമിലി മാറ്റേഴ്സാണ്, അതിൽ കയറി പറയാൻ പറ്റില്ല. ഇയാളെ ഭാഗത്ത് ശരി അല്ലെങ്കിൽ തനുവിൻ്റെ ഭാഗത്ത് തെറ്റാണ്, ഇതൊന്നും പറയാൻ എനിക്ക് റൈറ്റില്ല, ഇതൊന്നും പറയാനുള്ള അവകാശമില്ല. കാരണം പറയുന്നതിന് മുമ്പ് പിന്നാമ്പർ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ്. ഫസ്റ്റ് വൺ, ടു ഓൾ ദ ഫാമിലി വ്ളോഗേഴ്സ്, നിങ്ങൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യണം. നമ്മളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്ന് വിളിച്ച് പറയരുത്. നമ്മൾ കരുതും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ കേൾക്കുകയാണ്, നമ്മളിങ്ങനെ നമ്മളുടെ വിഷമത്തിൽ അവർ നിൽക്കും. ഇതൊന്നും പോസിബിൾ അല്ല. ഇൻഡിവിജ്വലിനുള്ള വിഷമം, ഇപ്പം എൻ്റെ വിഷമം എൻ്റെ മാത്രമാണ്. അത് എത്രയൊക്കെ മറ്റൊരാൾ കേട്ട് മനസ്സിലാക്കിയാലും ഞാൻ അനുഭവിക്കുന്നത് പോലെ ഞാൻ കടന്നു പോകുന്നത് കൂടെ ആ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകാൻ ആർക്കും പറ്റില്ല. അവരെ സംബന്ധിച്ച് ദിസ് ഈസ് എ സ്റ്റോറി. ഞാനിപ്പോൾ ഒരു ഫേമസ് യൂട്യൂബർ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ളൊരു കഥയാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഇസ് ഫൈൻ, ഫാമിലി വ്ളോഗിങ് ഇസ് ഫൈൻ, വ്ളോഗിങ് ഒക്കെ അടിപൊളിയാണ്, നല്ല അടിപൊളി കണ്ടൻസ് ഇടാം. പക്ഷെ നമ്മളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ എന്താ പറയുക പ്രൈവറ്റായി കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രൈവറ്റായി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഈ അടുത്ത് പ്രവീണിൻ്റെ ഒരു വിഷയത്തിലും അതാണ് സംഭവിച്ചത്. എന്തൊക്കെ ഒച്ചപ്പാട് വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര വീഡിയോ ഇടുന്നു, കുറേ പേര് ഡിസ്കസ് ചെയ്യുന്നു. ഇനി എത്രയൊക്കെ അവരുടെ ഫാമിലി പഴയ രീതിയിലോട്ട് വന്നാലും ആൾക്കാർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ അവരുടെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂവോ സോൾവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എത്രയൊക്കെ ഈ വിഷയം സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു സോൾവ് ഓൾ ദിസ് തിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ ആണെങ്കിലും അച്ഛനാണെങ്കിലും ഇവർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി പ്രവീൺ ഇട്ട ഒരു വീഡിയോയിൽ തന്നെ ആ കുട്ടിയുടെ പരിപാടിക്ക് വരുന്ന സമയത്ത് അച്ഛൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. കാരണം പുള്ളി പബ്ലിക്കലി അത്രത്തോളം ഇൻസൾട്ടഡ് ആണ്. അപ്പോൾ ടു ഓൾ ദ ഫാമിലി വ്ളോഗേഴ്സ്, പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റായി വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ വെക്കുക. അല്ലാത്ത കണ്ടൻസ് മാത്രം നമ്മൾ യൂട്യൂബിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് ഫൈനലി ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ട്രൈ ടു നോർമലൈസ് എവറിത്തിങ്. കാരണം ഇന്ന് കല്യാണം കഴിക്കുന്നു, സെപ്പറേറ്റഡ് ആവുന്നു, ഇതൊക്കെ ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. ചില റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായി വർക്കൗട്ട് ചെയ്യും, ചില റിലേഷൻഷിപ്പ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും, ചില റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ ആൾക്കാർ മൂവ് ഓൺ. ഇപ്പോൾ നിങ്ങൾ ഈ രണ്ടുപേരും മ്യൂച്വലി, ഇപ്പോൾ തനു എന്ന് പറയുന്ന ആൻറ്റിയും അല്ലെങ്കിൽ ജിനു എന്ന് പറയുന്ന പെർട്ടിക്കുലർ വ്യക്തിയും അവരുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് വാസ് ദെയർ വിഷ്, തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാണ്ട് രണ്ടുപേരും അവനവൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. എന്തെങ്കിലും അവർക്ക് അവരുടേതായ പേഴ്സണൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലീഗൽ സർവീസ് ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയി ഫയൽ ചെയ്യാം, കോടതിയിൽ പോവാം, എന്നിട്ട് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലാണ്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾ പലതും വിളിച്ചു പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികളും ഇതിൽ ഭാഗമാവാണ്, കുട്ടികളും ഇത് കാണുകയാണ്, അവർ പഠിക്കുന്നൊരു സ്കൂൾ, അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും, അവിടെ സ്റ്റുഡൻസ് ഉണ്ടാവും, അവരുടെ മുമ്പിലൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് വരും. ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രായം അനുസരിച്ചിട്ട് അവർക്ക് ഇതൊന്നും വലിയ വിഷയമല്ലെങ്കിലും ഒന്ന് വളർന്ന് വലിയൊരു നിലയിലെത്തുന്ന സമയത്ത് അവർ ഈ പല വീഡിയോസും കാണുമ്പോൾ, പല ടോക്കും കാണുന്ന സമയത്ത് ആ കുട്ടീനെ മെൻ്റലി ഇത് ബാധിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഒരു ഗുഡ് പാരൻറ്റിങ് ആവാനോ അല്ലെങ്കിൽ ഗുഡ് പാരൻ്റായിട്ട് കുട്ടിയുടെ ലൈഫിൽ സപ്പോർട്ടീവായി നിൽക്കാൻ സാധിച്ചില്ലെങ്കിലും ചൈൽഡ്ഹുഡിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ലൈഫ് കൊടുക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റ്സൊക്കെ ഒഴിവാക്കി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. കാരണം ഞാൻ എപ്പോഴും കാണുന്നതാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ രണ്ടുപേര് കമ്പനിയാവും, പിന്നെ തെറ്റും, പിന്നെ രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞ് ആകെ അലകുലത്താക്കി വിട്ടാണ്. നെവർ ഡൂ ദാറ്റ്. ബിക്കോസ് നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ സമയത്ത് നമുക്ക് പല റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തോന്നും, പല റിലേഷൻഷിപ്പ് വേണമെന്ന് തോന്നും, പലതും നമുക്ക് തോന്നും. അതിൽ ഓക്കെ അല്ലെങ്കിൽ നമ്മളത് മൂവ് ഓൺ ആവാൻ ഓക്കെ അല്ലെങ്കിൽ ദർ ഇസ് നോ യൂസ്. ആൻഡ് ടു ഓൾ ദ പബ്ലിക് ഹു ആർ വാച്ചിങ് ദിസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നവരോട് എനിക്കതാ പറയാനുള്ളത്. ചിലപ്പോൾ ഇവർ വീണ്ടും ഓക്കെ ആവും, ചിലപ്പോൾ ഇവർ ഓക്കെ ആവാണ്ട് നിൽക്കാം.
ഓക്കെ ആയാലും ഓക്കെ ആയില്ലെങ്കിലും നമ്മൾ ഇതിങ്ങനെ ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇത് ഇടാനും ഭയങ്കര ഇൻട്രസ്റ്റ് കൂടും. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു സീ യു. ആൻഡ് എൻ്റെ ചാനലിൽ കൂടെ ഐ വിൽ നെവർ, എനിക്ക് പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും പേഴ്സണലായിട്ട് വെക്കും. എനിക്ക് പ്രൈവറ്റ് ആക്കേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ പ്രൈവറ്റ് ആക്കില്ല. ഇനിയിപ്പോൾ എൻ്റെ ഫാമിലി 100% പോസിറ്റീവ് ആയിരിക്കും, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പലതും നടക്കാം. ഈ വാട്ട് എവർ ഹാപ്പൻസ് ഓൾസോ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഈ സ്പേസിൽ വന്ന് പറയാൻ ആഗ്രഹിക്കില്ല. And that's it. So guys, hope you enjoyed watching this video and stay tuned for the next video. Bye. ഞാൻ ഓഫീസിലാണ്, വർക്കിലാണ്. Bye bye.